തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഒളിക്യാമറ കണ്ണാടി വെച്ച ഒരാളെ അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഈ സംഭവം. 6/7/2025 4:30 മണിക്കാണ് ഇത് കണ്ടെത്തിയത്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ തൊഴാൻ വന്ന സുരേന്ദ്ര ഷാ എന്ന ഗുജറാത്തി വ്യാപാരിയും അയാളുടെ ഭാര്യയും 2 സ്ത്രീകളും സഹോദരിമാരാണെന്ന് തോന്നുന്നു. അവർ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കയറി 2.5 മണിക്കൂറോളം അകത്തുണ്ടായിരുന്നു. അവർ ഒറ്റക്കാൽ മണ്ഡപത്തിൻ്റെ അടുത്ത് വെച്ച് ഷായുടെ കണ്ണാടിയിലൊരു ചെറിയ തിളക്കം കണ്ട ഒരു പോലീസുകാരന് സംശയമായി. കണ്ണാടി വാങ്ങിച്ച് നോക്കി. കണ്ണാടിയിൽ ഒരു ഒളി ക്യാമറ കണ്ടു. ആ ചെറിയ ക്യാമറയിൽ നിന്ന് അപ്പോൾ തന്നെ എടുക്കുന്ന ആ വീഡിയോ അതേപടി അയാളുടെ മൊബൈലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് കണ്ടത്. ഏതായാലും അയാളെ ഡീറ്റെയിൻ ചെയ്തു. ഫോർട്ട് പോലീസ് ശിവകുമാർ അവിടുത്തെ സർക്കിൾ ഇൻസ്പെക്ടർ ഇയാളെ ചോദ്യം ചെയ്തു. ഇയാൾ ഗുജറാത്തിലെ വ്യവസായിയാണ്. അയാൾ അവിടെ നിന്ന് ഭാര്യയും ഈ ബന്ധുക്കളായ 2 സ്ത്രീകളും ഒപ്പം അവർ അവിടെ നിന്ന് ഗുജറാത്തിൽ നിന്ന് കഴിഞ്ഞ 2 ദിവസം മുമ്പ് അവർ മധുരയിലെത്തി. മധുര മീനാക്ഷി ക്ഷേത്രം കണ്ടു. അവിടുന്ന് ഉടനെ രാമേശ്വരത്ത് പോയി. അവിടുത്തെ ക്ഷേത്രവും രാമേശ്വരം പുള്ളി സ്ഥലങ്ങളെല്ലാം പോയി കണ്ടു. പിന്നീട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെത്തുകയായിരുന്നു. എത്തിയ സമയത്ത് അവിടങ്ങളിലൊക്കെ പോയപ്പം ഇയാൾ പണക്കാരനാണ്, വ്യവസായിയാണ്. ഇയാളുടെ കണ്ണാടിയിലെ ഒരു ചെറിയ ഒളി ക്യാമറ അത് അപ്പം തന്നെ ആ സീനെല്ലാം പകർത്തു. ഓട്ടോമാറ്റിക്കായിട്ട് അത് ഇയാളുടെ കൈവശമുള്ള മൊബൈലിലേക്ക് അത് വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെയാണ് അതിൻ്റെ സംവിധാനം. പക്ഷേ ഒറ്റക്കാൽ മണ്ഡപത്തിൻ്റെ അവിടെ ഇയാളുടെ കണ്ണാടിയിൽ എന്തോ മിന്നുന്നത് കണ്ടു പോലീസുകാരൻ. അങ്ങനെയാണ് ഇയാൾ കുരുങ്ങിയത്. ഏതായാലും ഇയാളെ അറസ്റ്റ് ചെയ്ത് വിട്ടു. ഇയാളുടെ മൊബൈൽ ഫോണും അതുപോലെ തന്നെ കണ്ണാടിയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇനി വിളിക്കുമ്പം വരണം. ഇതിനെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ അയാളുടെ മൊബൈൽ ഫോൺ എന്തൊക്കെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മധുരയിലും രാമേശ്വരത്തെയും വിവരങ്ങൾ കാണാനുള്ള സാധ്യത കൂടുതലാണ്. ഇവിടുത്തെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ, അവിടുത്തെ ഏതൊക്കെ ഭാഗങ്ങളാണ് ഇയാൾ കൂടുതലും ശ്രദ്ധ ചെലുത്തി ഇത് ഷൂട്ട് ചെയ്തത് എന്ന് പോലീസ് പരിശോധിക്കും. നമുക്കറിയാം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ പ്രാധാന്യം എന്തുമാത്രം ഉണ്ടെന്ന്. അത് വളരെ 1000 വർഷങ്ങളുടെ പഴക്കമുണ്ട്. അതുപോലെ തന്നെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അമൂല്യ നിധികൾ ധാരാളമുണ്ട്. അവിടുത്തെ ക്ഷേത്രത്തിന് ലഭിച്ച അവിടുത്തെ സ്വർണ്ണാഭരണങ്ങൾ, ഡയമണ്ട്, കോടിക്കണക്കിന് രൂപയുടെ സ്വർണ്ണാഭരണങ്ങൾ 3 അറയിൽ വെച്ചിട്ടുണ്ട്. അത് ഒരു അറ സുപ്രീം കോടതിയുടെ ഡയറക്ഷൻ പ്രകാരം, സുപ്രീം കോടതിയുടെ ഡയറക്ഷനിൽ തന്നെ ഉത്തരവാദിത്തപ്പെട്ട അവിടുത്തെ അഡ്വക്കേറ്റും ഇവിടുത്തെ ചില പ്രതിനിധികളും എല്ലാം അത് പരിശോധിച്ചു. ഒരറ മാത്രം പരിശോധിച്ച് അമൂല്യമായ രത്നങ്ങളും ഡയമണ്ട് അതുപോലെ സ്വർണ്ണാഭരണങ്ങളും 1000 കോടി രൂപയുടെ സ്വത്തുക്കൾ അവിടെ ഉണ്ടെന്ന് മനസ്സിലായി. 2 അറയും കൂടെ തുറക്കാനുണ്ട്. ആ അറയിലൊക്കെ തുറക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം ആ അറയിലേക്ക് വായു സഞ്ചാരം വളരെ കുറവാണ്. അതിനകത്ത് പ്രവേശിച്ചാൽ ബോധം കെട്ട് വീഴും. പിന്നെ അതിനകത്തിൽ പാമ്പുകളൊക്കെ ഉണ്ട് എന്നും പറയുന്നുണ്ട്. എന്തായാലും ആ അറ തുറക്കാൻ പറ്റിയില്ല. അവിടെ എന്താണ് ഇരിക്കുന്നത്, അവിടെ ഇരിക്കുന്ന അമൂല്യ രത്നങ്ങളുടെ ഒന്നും കണക്കെടുത്തിട്ടില്ല. ഒരറയിലെ മാത്രം കണക്കെടുത്തിട്ടുണ്ട്. അത് മാസക്കണക്കിന് നീണ്ടു നിന്നു. ഓരോന്നും അളന്ന് തൂക്കി വെച്ചിട്ടുണ്ട്. എന്തായാലും ലോകത്തിലുള്ള കൊള്ളക്കാർ ഇതുപോലെയുള്ള തട്ടിപ്പുകാർക്കൊക്കെ ഈ അമൂല്യ നിധികളെപ്പറ്റി അടുത്ത കാലത്താണ് ലോകം മുഴുവൻ അത് മനസ്സിലായത്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലിരിക്കുന്ന അമൂല്യ നിധികളെപ്പറ്റി, വിലതീരാത്ത രത്നങ്ങളെപ്പറ്റി, അവിടുത്തെ ഗോൾഡ് ഓർണമെൻറ്റേഷൻ, അതേപ്പറ്റിയൊക്കെ അമൂല്യങ്ങളായ മാലകൾ പല രീതിയിൽ ലോകം കാണാത്ത രീതിയിലുള്ള അത് പണിത് വച്ചിരിക്കുന്നതൊക്കെ അവിടെ ഉണ്ട്. അതുകൊണ്ട് ലോകത്തിലുള്ള കൊള്ളക്കാരും ബുദ്ധിയുള്ള പലരും ഇത് തട്ടിച്ചെടുക്കാനുള്ള തന്ത്രങ്ങൾ. അതുകൊണ്ട് പത്മനാഭ ക്ഷേത്രത്തിൻ്റെ ഏരിയൽ വ്യൂ അതിൻ്റെ വരുന്ന ഭാഗത്തൂടെ ഫ്ലൈറ്റ് പോലും ഇപ്പം പോകുന്നില്ല. അവിടെ സെക്യൂരിറ്റി അതിന് ശേഷം അവിടെ പ്രൊവൈഡ് ചെയ്തു. 197 പോലീസുകാരവിടെയുണ്ട്.
സെക്യൂരിറ്റിക്ക്. ആ പത്മനാഭ ക്ഷേത്രത്തിലെ സെക്യൂരിറ്റിക്ക് പുറമെ 197 പോലീസുകാരും ഒരു ഡെപ്യൂട്ടി കമ്മീഷണറുമാണ് അവിടുത്തെ സെക്യൂരിറ്റി നോക്കുന്നത്. കഴിഞ്ഞ 2-3 മാസം മുമ്പ് ഡെപ്യൂട്ടി കമ്മീഷണർ റിട്ടയർ ചെയ്ത് പോയി. 30ഓളം പോലീസുകാർ അവിടുന്ന് ട്രാൻസ്ഫറായോ അല്ലെങ്കിൽ അവിടുന്ന് റിട്ടയർ ചെയ്തോ പോയിട്ടുണ്ട്. ഇപ്പം 167 പോലീസുകാർ മാത്രമേ ഉള്ളൂ. അടിയന്തരമായിട്ട് ഒരു ഡെപ്യൂട്ടി കമ്മീഷണർ, ഒരു SP റാങ്കിലുള്ള ഒരാൾ അവിടെ വേണം. രണ്ടാമത്, അവിടുത്തെ പോലീസുകാരുടെ കുറവ് എത്രയും പെട്ടെന്ന് നികത്തേണ്ടതുമാണ്. ഈ സുരേന്ദ്ര ഷാ എന്നയാൾ എന്തുദ്ദേശത്തിലാണ് ഇത് റെക്കോർഡ് ചെയ്തതിനെ പറ്റി വ്യക്തതയില്ല. അദ്ദേഹം ഗുജറാത്തിൽ എന്താണ് ചെയ്യുന്നത്, അവിടെ വല്ല ഡയമണ്ട് ബിസിനസ് ആണോ അല്ലെങ്കിൽ സ്വർണ്ണ ബിസിനസ് ആണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കേണ്ടിയിരിക്കുന്നു. അദ്ദേഹം ഇത് എടുത്തത് എന്തിന്? അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത മൊബൈൽ ഫോണ് അതിൻ്റെ അകത്ത് പരിശോധിക്കുമ്പം കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവും. ഏത് കോൺസെൻട്രേറ്റ് ചെയ്താണ് അദ്ദേഹം ഇത് എടുത്തത്. രാമേശ്വരത്തും അതുപോലെ മധുര മീനാക്ഷി ക്ഷേത്രത്തിലും ഒക്കെ പോയി എടുത്തിട്ടുള്ളത് വെച്ച് പോലീസ് അത് അവലോകനം ചെയ്യും ഇനി ഒന്ന്. അതേസമയത്ത് നമ്മൾക്ക് ഇപ്പോഴത്തെ അവിടുത്തെ സെക്യൂരിറ്റി അറേഞ്ച്മെൻറ്റിന് ഇത്രയും പോലീസ് ഉദ്യോഗസ്ഥർ ഉണ്ടെങ്കിലും അവിടെ ആകെ ഒരു സ്കാനർ മാത്രമേ ഉള്ളൂ. ഒരു ഹാൻഡ് കൊണ്ട്, കൈകൊണ്ട് നമുക്ക് സ്കാൻ ചെയ്യത്തക്ക രീതിയിലുള്ള, അത് മാത്രമേ ഒരു സെക്യൂരിറ്റി ആസ്പെക്റ്റിൽ ഇത്ര നാളായിട്ടുള്ളൂ. ഒരു പോർട്ടബിൾ സ്കാനിങ് മോഡലാണ് അവിടെ ഉള്ളത്. ഏതായാലും അടിയന്തരമായിട്ട് അവിടെ ഈ സ്കാനിങ് മെഷീൻസ് വളരെ ഇൻസ്റ്റോൾ ചെയ്യേണ്ടിയിരിക്കുന്നു. അതൊക്കെ അപേക്ഷിച്ചിട്ടുണ്ട്, അപ്ലൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്ന് വരെ ഗവൺമെൻറ്റോ അല്ലെങ്കിൽ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റോ അല്ലെങ്കിൽ ക്ഷേത്രത്തിലെ അധികാരികളോ ആരും ഈ സ്കാനിങ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇതുവരെ അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള ഇൻസ്ട്രുമെൻ്റ് അടിയന്തരമായിട്ട് അവിടെ സ്ഥാപിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇത് കോടാനുകോടി രൂപയുടെ സ്വത്തുക്കളുള്ള ഒരു അമൂല്യ നിധിശേഖരമുള്ള ഒരമ്പലമാണ്. അതുകൊണ്ട് അവിടെ പല രീതിയിലുള്ള ആൾക്കാർ വന്നു പോകും. അങ്ങനെയുള്ള ആൾക്കാർ എന്തുദ്ദേശത്തിലാണ് വരുന്നത് നമുക്കറിയാൻ കഴിയില്ല. അവിടെ തീർച്ചയായിട്ടും അടിയന്തരമായിട്ട് ചില സ്കാനിങ് മെഷീൻസൊക്കെ വേണ്ടി വരും. അവിടെ പാസഞ്ചേഴ്സിനെ സ്കാൻ ചെയ്യുന്നതിനൊപ്പം തന്നെ അവരുടെ ചില പ്രൈവറ്റ് ഏരിയയിലൊക്കെ ചില സാധനങ്ങളെടുത്ത് സൂക്ഷിച്ചു വെക്കാനുള്ള സാധ്യതയുണ്ട്. അല്ല, അങ്ങനെയുള്ള ചില സാധനങ്ങളൊക്കെ ഇവിടെ അകത്തേക്ക് കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പാസഞ്ചറിനെ ന്യൂഡ് ബോഡി സ്കാനർ ആ ഒരു മെക്കാനിസത്തിലേക്ക് കാണത്തക്ക രീതിയിലുള്ള പ്രത്യേക മുറികൾ അവിടെ സജ്ജമാക്കേണ്ടിയിരിക്കുന്നു. കാരണം സംശയമുള്ളവരെ മാത്രം അവിടെ കൊണ്ടുപോവുക, അവരെ ബോഡിയുടെ മൊത്തം സ്കാനിങ് നടപ്പാക്കേണ്ടിയിരിക്കും. അവരുടെ ഇമേജ് കിട്ടണം, ഇൻക്ലൂഡിങ് ബ്രസ്റ്റ്, ജെനറ്റൽസ്, അതുപോലെ തന്നെ ബട്ടക്സ്, അവരെ പ്രോസ്തറ്റിക് ഏരിയ എല്ലാം കാണത്തക്ക രീതിയിലുള്ള സ്കാനിങ് മെഷീൻ വേണം. അപ്പോൾ അത് സംശയമുള്ളവരെ ആണ് അങ്ങനെ. കാരണം കണ്ണാടിയിലാണ് ഈ ഒളി ക്യാമറ വെച്ചതെന്ന് നമുക്ക് മനസ്സിലായി. അതുപോലുള്ള ആധുനികമായ പല സാധനങ്ങളും ഇവരുടെ ബോഡിയുടെ ചില ഭാഗങ്ങളിലൊക്കെ വെക്കാം. അപ്പോൾ അത് സ്കാൻ ചെയ്ത് എടുത്തേ പറ്റുള്ളൂ, സ്കാൻ ചെയ്ത് നോക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെയുള്ള മെഷീൻസൊക്കെ ഏകദേശം 10, 48, 50 ലക്ഷം രൂപ വിലയുള്ളതാണ്. അതുകൊണ്ട് 2-3 കോടി രൂപയുടെ ഇതുപോലെയുള്ള സ്കാനിങ് മെഷീൻസ് അവിടെ ഇൻസ്റ്റോൾ ചെയ്യേണ്ടിയിരിക്കുന്നു. ബോഡി സ്കാനർ എന്തായാലും ഫുള്ളായിട്ട് ഒരാളുടെ എടുക്കേണ്ട ഒരു സ്കാനർക്ക് 10-48 ലക്ഷം രൂപ വില വരുമെന്നാണ് ഇപ്പം മനസ്സിലാകുന്നത്. ഹാൻഡ് ഹെൽഡ് മെറ്റൽ ഡിറ്റക്ടർ അത് ഉണ്ടായിരിക്കാം അവിടെ. സെക്യൂരിറ്റി സ്കാനർ എക്സ്റേ കൂടെ വരുന്നതും അവിടെ വേണ്ടി വരും. അതൊക്കെ എൻട്രൻസിൻ്റെ അവിടെ മതി. അവിടുന്ന് ആൾ കയറുന്ന സ്ഥലത്ത് എങ്ങനെയുള്ള പരിശോധനകൾ, അവർ ഡ്രസ്സ് മാറാനുള്ള അങ്ങനെയുള്ള സ്ഥലത്ത് ഇത് മുഴുവൻ കിടന്ന് സംശയമുള്ളവരെ മാത്രം അവരുടെ ന്യൂഡ് ബോഡി സ്കാനിങ് നടപ്പാക്കേണ്ടിയും വരും എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് സെക്യൂരിറ്റി ആസ്പെക്റ്റ് നോക്കിക്കഴിഞ്ഞാൽ വളരെയധികം 2, 3, 4 കോടി രൂപയുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അടിയന്തരമായിട്ട് വേണം. ഈ സെക്യൂരിറ്റി ആവശ്യത്തിനുള്ള മെഷീൻസും അതൊരു ഇൻസ്റ്റലേഷൻസ് അവിടെ വേണ്ടി വരും. ഒരു മുറിയിൽ കൂടെ ഒരാളെ കയറ്റി വിട്ട് കഴിഞ്ഞ് കംപ്ലീറ്റ് സ്കാൻ ചെയ്ത് പോകുന്ന ആധുനിക രീതിയിലുള്ള സ്കാനറൊക്കെ നമുക്കവിടെ വേണ്ടി വരും. അതിനുള്ള സൗകര്യം എൻട്രൻസിൻ്റെ അവിടെ തന്നെ ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്. അമ്പലത്തിൻ്റെ വിശുദ്ധിയെ ഒന്നും തൊടാതെ, ആ പരിശുദ്ധി ഒന്നും നഷ്ടപ്പെടാതിരിക്കാൻ എൻട്രൻസ് തന്നെ. അത് തന്നെയല്ല, ഈ അമ്പലത്തിൻ്റെ 4 വശം തെക്കേ നട, വടക്കേ നടയുണ്ട്, കിഴക്കേ നടയുണ്ട്, പടിഞ്ഞാറേ നടയുണ്ട്. ഈ നടകളിലൊക്കെ കൂടി പലരും അവിടുത്തെ അമ്പലമായിട്ട് ബന്ധപ്പെട്ടവരൊക്കെ കയറി ഇറങ്ങിപ്പോകുന്നതാണ്. എല്ലാ സ്ഥലത്തും ഇത് വേണ്ടി വരും. കഴിഞ്ഞ ദിവസം നമുക്കറിയാം അവിടെ ഉണ്ടായിരുന്ന സ്വർണ്ണ നൂൽക്കമ്പികൾ അവിടെ
ആ പ്ലാറ്റ്ഫോം അവർ വെൽഡ് ചെയ്ത് ചേർക്കാനൊക്കെയുള്ള കമ്പികൾ ഇത്രയും ദിവസമായിട്ടും കണ്ടെത്താൻ കഴിഞ്ഞില്ല. പക്ഷേ അങ്ങനെ ഒരു മോഷണം, നൂൽക്കമ്പി പോലെ സ്വർണം മോഷണം പോയി എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അവിടെ തന്നെ കുഴിച്ചിട്ടതായിട്ട് നമ്മൾ കണ്ടു. അപ്പോൾ അവിടെയുള്ള ആൾക്കാർ ഇതുപോലെ വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ കണ്ടാൽ എടുത്തുകൊണ്ട് പോകും. അവർ പല രീതിയിൽ അത് അവിടുന്ന് കടത്തിക്കൊണ്ട് പോകുന്നത് കൃത്യമാണ്. കാരണം പോലീസ് അന്വേഷിച്ച് പിടി വീഴും തോന്നിയപ്പോഴാണ് അവിടെ കുഴിച്ചിട്ടതായിട്ട് കണ്ടത്. അപ്പോൾ ഇതുപോലുള്ള അവിടുത്തെ ഇൻറ്റേർണൽ ആൾക്കാരെയും പരിശോധിക്കാനും വെളിയിൽ നിന്ന് വരുന്ന ആൾക്കാരെയും പരിശോധിക്കാനുള്ള സംവിധാനം അടിയന്തരമായി ആയിട്ട് അത് ആധുനിക രീതിയിൽ തന്നെ അവിടെ ഇൻസ്റ്റൽ ചെയ്യേണ്ടത് അടിയന്തര പ്രാധാന്യത്തോട് ഗവൺമെൻറ് കണക്കാക്കണമെന്നാണ് ഞാൻ കരുതുന്നത്.